നമ്മളെ ഞെട്ടിച്ച മറ്റൊരു സംഭവമാണ് ഇവിടെ ചേന്നമംഗലത്ത് നടന്ന കൂട്ടക്കൊലപാതകം. എന്തായാലും അതിൽ പ്രതി ആ കുറ്റമൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് പല രീതികളിൽ പല വകുപ്പുകൾ ചുമത്തി ഋതുവിനെതിരെ പരമാവധി കുറ്റങ്ങൾ ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ചേന്നമംഗലത്ത് 3 പേരെയാണ് തലക്കടിച്ച് കൊലപ്പെടുത്തി ഋതു ജയൻ എന്ന് പറയുന്ന പ്രതി. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കങ്ങളെല്ലാം നടത്തി. നാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഋതു ജയനെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. അഞ്ച് ദിവസം ഋതുവിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസിന്റെ ആവശ്യം. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തണം. ആസൂത്രിത കൊലപാതകമെന്നാണ് FIR-ൽ പറയുന്നത്. മറ്റാരോടും കൃത്യം നടത്താൻ ഉദ്ദേശിക്കുന്നതായി ഋതു പറഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൃത്യം നടക്കുന്ന സമയത്ത് ഋതു അവിടെ ഉണ്ടായിരുന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഋതു ഉപയോഗിച്ച മൊബൈൽ ഫോൺ തന്നെയാണ്. സ്മാർട്ട് ഫോൺ അല്ല ഉപയോഗിച്ചിരുന്ന കീപാഡ് ഫോൺ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക്കും നടത്തിയ പരിശോധനയിൽ കുറേയേറെ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രതിയുടെ സുഹൃത്തുക്കളുടെയും കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും മൊഴിയെടുത്തു വരികയാണ്. 2 ദിവസത്തിനു ശേഷം കുട്ടികളുടെ മൊഴിയെടുക്കും. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. പ്രതി മാനസിക വൈകല്യത്തിന് ചികിത്സ തേടുന്ന ആളാണെന്ന് പ്രതിഭാഗം കോടതിയിലേക്ക്. എന്നാൽ അതിനെ മറികടക്കാനുള്ള തെളിവുകൾ നിരത്തി കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിലപാട്. ഗുരുതരമായി പരിക്കേറ്റ ജിതിൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ തുടരുകയാണ്. അരുംകൊലയിൽ ഋതു അല്ലാതെ മറ്റു പ്രതികളൊന്നുമില്ല എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഋതുവിനെ പൂട്ടാനുള്ള പരമാവധി തെളിവുകൾ. അത് ശേഖരിക്കുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24.